വണ്ടിയില്ലായ്മയുടെ വഴി. അച്ഛ, ഈ മാസം 9-നാണ് യാത്ര, അല്ലേ? ആദിത്യൻ ആഹ്ലാദത്തോടെ ചോദിച്ചു. അച്ഛൻ, മാധവൻ, അവന്റെ മുഖം നോക്കി ഒരു മൗനം പുലർത്തി. അതെ മോനെ, അദ്ദേഹം മറുപടി കൊടുത്തെങ്കിലും വാക്കുകൾക്ക് അഴമുണ്ടായിരുന്നില്ല. അവൻ കുട്ടിക്ക് വേണ്ടി എടുത്ത ലോൺ, പാചകവാതകം, അരി, പച്ചക്കറി എല്ലാം ചേർന്നപ്പോൾ മാസവേതനം പൊടിയാകുന്ന കാലമായിരുന്നു. വിലക്കയറ്റം ദിനം പ്രതി ഉയരുമ്പോൾ വീട്ടിൽ ചിരി കുറയുകയും സമാധാനം തളരുകയും ചെയ്തു. കാർ വാങ്ങിയത് 2 വർഷം മുമ്പ്. പുതിയ കാലഘട്ടത്തിൽ കാറില്ലാതെ കുട്ടിക്കാല നാടിന്റെ ഒറ്റയാൻ യാത്ര ഒരിക്കലും നടക്കരുത് എന്നു കരുതിയെടുത്ത തീരുമാനം. എന്നാൽ ഇപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്യാത്തത് ഇന്ധനക്കുറവ് കൊണ്ടാണ്, മനസ്സിലെ കനത്ത ബാധ്യത. ഒരു രാത്രിയിൽ ഭാര്യയും മകനും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം മാധവൻ മൊബൈൽ എടുത്തു. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് തുറന്നു. കാർ ഫോർ അർജന്റ് സെയിൽ. ഗുഡ് കണ്ടീഷൻ. ഓൺലി സീരിയസ് ബയേഴ്സ്. പിന്നെ അയാൾ മൈലേജും മോഡലും എല്ലാ വിവരങ്ങളും ടൈപ്പ് ചെയ്തു. മകൻ ചോദിച്ചു, അച്ഛാ, നമുക്ക് ഇനി കാറിൽ പോകരുതോ? മാധവൻ തല തഴുകിക്കൊണ്ട് മറുപടി പറഞ്ഞു, പോകും മോനെ. പക്ഷേ ഇനി നമ്മൾ ചില യാത്രകൾ കാൽനട ആയിരിക്കണം. ചില സങ്കടങ്ങൾക്കു കാറിൽ ഇടമില്ല.